പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് 7 വയസ്സുകാരന്റെ കുടുംബം രംഗത്ത്. പ്ലാസ്റ്റർ ഇട്ടതിന് പിന്നാലെ കൈപ്പത്തി പൂർണ്ണമായും പഴുത്തു എന്നും മതിയായ ചികിത്സ നൽകിയില്ലെന്നും കുടുംബം പറയുന്നു. എന്നാൽ അണുബാധയിൽ ആശുപത്രിയുടെ വീഴ്ചയില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ അച്ഛനും പത്തനംതിട്ട കൊടുന്തറ സ്വദേശിയുമായ മനോജ് പറഞ്ഞു. 2 ആഴ്ച മുൻപാണ് സൈക്കിളിൽ നിന്നും വീണ് കൈക്ക് പരിക്കേറ്റ 7 വയസ്സുകാരനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷം കൈയിൽ പ്ലാസ്റ്റർ ഇടുകയും ഒരാഴ്ചയ്ക്കു ശേഷം ആശുപത്രിയിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൈയിൽ നീരും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞല്ലേ, അസ്ഥികരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്ഥിതി വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും മറ്റൊരു ഡോക്ടറുടെ നിർബന്ധത്തെ തുടർന്ന് മാത്രമാണ് പ്ലാസ്റ്റർ നീക്കം ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. കുട്ടിയെ വീട്ടിൽ വിട്ടതിനു ശേഷം അണുബാധ ഉണ്ടായതാകാമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.